ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു രണ്ട് വണ്ടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ട് സെയിം വണ്ടികളാണ്. ഒന്ന് നമ്മുടെ എയ്തർ 450X ആണ്. എയ്തർ 450X എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ഉള്ള രണ്ട് വേരിയൻസ് ആണ് കൊണ്ടുവന്നത്. സെയിം ഡേയിൽ ഡെലിവറി ചെയ്ത രണ്ട് വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് നോക്കി നോക്കാം. അപ്പോൾ വണ്ടീൻ്റെ ഒരു വാക്ക് റൗണ്ട് തരികയാണെങ്കിൽ ഇങ്ങനെയാണ്. നമ്മൾ അങ്ങനെ കഴുകിയിട്ടൊന്നുമില്ല. ഇതാണ് വണ്ടിയുടെ വാക്ക് റൗണ്ട് വരിക. ഇതൊരു വേറെ കളറാണ്. നമ്മളിങ്ങനെയാണ് കാണാമല്ലോ, ബെൽറ്റ് ആണ് ഡ്രിവൺ വരുന്നത്. നമുക്കൊരു ബൂട്ട് സ്പേസ് വരികയാണെങ്കിൽ ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് വരുന്നത് ഇവിടെയാണ് ഇഗ്നിഷൻ സ്വിച്ച് വരുന്നത്. നമുക്കിതാണ് ഡിസ്പ്ലേ വരുന്നത്, സ്വിച്ചസും കാര്യങ്ങളും. റിവേഴ്സിന് സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട്. നമുക്കിത് ഇൻഡിക്കേറ്ററാണ്. അത് ഇൻഡിക്കേറ്റർ അല്ല, ഇത് നമ്മുടെ മോഡ് സെലക്ടറാണ്. നമുക്ക് വാർപ്പ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് സ്പോർട്ട്, റൈഡ്, എക്കോ ഇങ്ങനെയാണ് റേഞ്ച് വരുന്നത്. നമ്മൾ റേഞ്ച് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ വാർപ്പാണ് ടോപ്പ് മോസ്റ്റ് സ്പീഡ്. നമുക്ക് ഇപ്പം പുതിയതായിട്ടുള്ള അഡീഷനാണ്. പാട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റില്ല, സ്പീക്കറില്ല, പക്ഷേ ഇങ്ങനെയാണ്. ഇത് നമുക്ക് സ്വിച്ചസ് ഉണ്ട്. ഇത് ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസാണ്. ഡിമ്മ്, ബ്രൈറ്റ്, ഹോണ് കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ലുക്ക് വരിക. അതുപോലെ ഡിസ്ക്കാണ് വരുന്നത്. ടയർ അങ്ങനെയാണ് വരുന്നത്. ഇവിടെയാണ് ബാറ്ററി വരുന്നത് കേട്ടോ. ബാറ്ററി പാക്ക് ഇവിടെയാണ് വരുന്നത്. ബാക്കിലും ഡിസ്ക്കാണ് വരുന്നത്. കണ്ടോ അറിയില്ല. സസ്പെൻഷൻ ബാക്കിൽ മോണോണ്. അത് കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ മോട്ടറാണ് അത് വരുന്നത്. ചാർജിങ് പോയിൻ്റ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് ഡിസൈൻ വൈസ് നമുക്ക് എന്താ പറയുക, ഒരു യൂസറിന് നമ്മൾ കണ്ടിഷ്ടപ്പെടണം. ഒരു സെപ്പറേറ്റ് ഒരു അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്റ്റൈലിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ബട്ട് വണ്ടി അടിപൊളിയാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി ഫീച്ചേഴ്സുമാണ്, അടിപൊളി റൈഡുമാണ്. നമുക്ക് ഗ്രേറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് യൂസറായിട്ട് അറിഞ്ഞ് നോക്കാം. ഇതാണ് നമ്മുടെ യൂസർ. നമുക്ക് യൂസറെ ഈ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് രഞ്ജിത. ഹായ് വിശ്വ. രഞ്ജിത എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്? ഞാൻ സൈബർ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ ഏതർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രീവിയസ്ലി യൂസ് ചെയ്ത ജുപ്പിറ്റർ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഏതർ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മെയിനായിട്ട് ആ ഒരു സൗണ്ട്, ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തുള്ള ഒരു സൗണ്ട് നമുക്കിത് ഭയങ്കര സൈലന്റ് ആണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആയിരുന്നു ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്തത്. പിന്നെ സ്പീഡ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. പിന്നെ ചാർജിങ് ആണെങ്കിലും ഇപ്പൊ യൂസ്ഡ് ആയി. നമ്മളൊരു ഫോണ് ചാർജ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ചാർജിങ് ഓക്കെയാണ്. പിന്നെ ഡെയിലി എനിക്ക് തോന്നുന്നു ഒരു 65 കിലോമീറ്റേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ 65 കിലോമീറ്റേഴ്സ് ഓടും. അപ്പോൾ അടിപൊളി യൂസറാണ്. ഇതിന്റെ ഒരു ഫുൾ ചാർജിൽ നമുക്ക് 70 കിലോമീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. ഏകദേശം നമുക്ക് 4 മോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വാർപ്പിലിടാണെങ്കിൽ 70 കിലോമീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് രഞ്ജിത അത് ഫുൾ യൂസ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഡെയിലി ചാർജ് ചെയ്യും എങ്ങനെയാ? ഡെയിലി ചാർജ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? 50,000 എബോവ്. 3 സർവീസ് കഴിഞ്ഞു. അപ്പോൾ 3 സർവീസ്. അപ്പോൾ സർവീസ് കോസ്റ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സർവീസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഒരു 1000 റേഞ്ചിലേ വന്നിട്ടുള്ളൂ. പിന്നെ ബ്രേക്ക് പാഡും സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളൂ. വേറെ ബ്രേക്ക് പാഡ് ഫസ്റ്റ് ടൈം മാറ്റിയിട്ടില്ല. ഇല്ല, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് സർവീസ് കോസ്റ്റ് എനിക്ക് ഭയങ്കര കോസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മുടെ എഞ്ചിൻ വെച്ചിട്ട് പെട്രോൾ വണ്ടികളൊക്കെ അതേപോലെ പെട്ടെന്ന് കംപ്ലൈന്റ്സ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് 1-2 സോഫ്റ്റ്വെയർ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇനിഷ്യലി അവർ റീസ്റ്റാർട്ട് ഓപ്ഷൻ തന്നെ നമ്മളെ സ്കൂട്ടറിലുണ്ട്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അവർ ചെയ്തു, അത് അങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്പാഡിൽ വന്ന ഒരു സൗണ്ട് ഇഷ്യൂ, അതായിരുന്നു പിന്നെ ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ. അത് എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും മണ്ണോ അങ്ങനെ എന്തെങ്കിലും ആവുന്ന സമയത്ത് ഇല്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ബാലൻസ് ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറ്റുകയാണെങ്കിൽ 2-3 റിവ്യൂ കൂടി യൂസർ റിവ്യൂ കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ രഞ്ജിതന്റെ വണ്ടി ഏകദേശം 15,000 കിലോമീറ്റേഴ്സ് ആണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വണ്ടി തന്നെയാണ്. അത് നമ്മൾ സെയിം ഡേറ്റ് ആണ് എടുത്തത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 4K ഓടിയിട്ടുള്ളൂ. നമുക്ക് ഓട്ടം കുറവായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ ഇതുണ്ടായിരുന്നത്. പിന്നെ ഇതിലിപ്പം നമുക്ക് ആർക്കാണ് രഞ്ജിത സജസ്റ്റ് ചെയ്യാൻ പറ്റുക ഇത് വണ്ടി? നമ്മൾ ആർക്കാണ് സജസ്റ്റ്? അത് ഇതേപോലെ ഇപ്പം ഞാൻ ഇപ്പോൾ ബാലുശ്ശേരി ടു
സൈബർ പാർക്ക് എനിക്ക് 30 above കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് വൺ വേ. അപ്പൊ അത് എനിക്ക് ഓക്കെ ആണ്. പിന്നെ ഇത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും ചാർജിങ്. പക്ഷെ നമുക്ക് ഇവിടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം ഇവിടുന്ന് ഹൈലൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. ഹൈലൈറ്റ് പോയി ചാർജ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ തൊട്ടടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഈ ഒരു യൂസിനാണ് ഞാൻ മെയിൻ ആയിട്ട് ഏതർ ചൂസ് ചെയ്തത്. പ്രീവിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ജുപ്പിറ്റർ യൂസ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു വണ്ടി എടുത്ത് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ ഇത് ഞാൻ കിലോമീറ്റേഴ്സ് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഏതർ യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടാണ് ഏതർ ചൂസ് ചെയ്തത്. അപ്പൊ അതെനിക്ക് ശരിക്കും ഓക്കെ ആണ്. അതെ, പെട്രോള് കറക്റ്റ് എനിക്കറിയാം. അതെ, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എതിരായതിനു ശേഷം അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൽ കാണാം, ഞാനത് കാണിച്ചു തരാം. ആപ്പിലൊക്കെ നമുക്ക് എത്ര സേവിങ്സ് ഉണ്ട് എന്നുള്ളത്. പിന്നെ അതെ, ആപ്പ് യൂസ് ചെയ്യുന്നത് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും പിന്നെ ഒരു അലേർട്ട് ഐക്കൺ ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പൊ അതും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ. പാർക്കിങ്ങിലൊക്കെ ആണെങ്കിലും അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതെ, ഫോണിൽ ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വണ്ടി എവിടെയാണെന്നുള്ള ട്രാക്കിങ്ങും ഒക്കെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് കാര്യം ചോദിക്കാം, രഞ്ജിത എത്ര മാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടോ? മാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ മാപ്പ് യൂസ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു മിക്സഡ് അഭിപ്രായം ഉണ്ട്. ചില ആൾക്കാർക്ക് വേണം, ചില ആൾക്കാർക്ക് വേണ്ട. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഒരു പ്രോ പാക്ക് യൂസ് ചെയ്യുന്നതാണ്. പ്രോ പാക്ക് ആഡ് ചെയ്താൽ നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലെങ്കിൽ അതില്ല. പിന്നെ അതേപോലെ നമുക്ക് ഇതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ OTA ആയിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ലേണിംഗ് കർവ് കുറച്ച് കൂടുതലായിരുന്നു പറയാം. ഞാൻ ബൈക്കിൽ നിന്നായിരുന്നു ഇതിലേക്ക് വന്നത്. എൻ്റെ വൈഫിൻ്റെ വണ്ടിയാണ്. അപ്പോൾ വൈഫിന് എടുക്കാൻ പറ്റാത്ത സമയം വന്നപ്പോൾ ഞാനായിരുന്നു കൂടുതൽ യൂസ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് കുറച്ച് ലേണിംഗ് കർവ് ഉണ്ടായിരുന്നു. കാരണം വണ്ടി ലൈറ്റ് വെയിറ്റ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് ക്വിക്ക്ലി ആക്സിലേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ലേണിംഗ് ഞാനൊരു 350 സീരീസ് ബൈക്കായിരുന്നു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു ലേണിംഗ് കർവ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് യൂസ്ഡ് ആയ സമയത്ത് ഞാനിപ്പോൾ ഇതെല്ലാം മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ഈ അറൗണ്ട് 4K കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ലാസ്റ്റ് 7 months കൊണ്ടാണ് ഇപ്പോൾ ഓടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്രോൾ അടിക്കുന്ന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. അപ്പം നമുക്ക് കുറേ ഓട്ടം ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 30 കിലോമീറ്റേഴ്സ് ഓട്ടം കൂടുതൽ ഡെയിലി ബേസിസിൽ ഉണ്ടെങ്കിൽ അതിൽ സജസ്റ്റ് അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം രഞ്ജിതയ്ക്ക് താങ്ക് യു പറയാം. നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മൾ 2 or 3 യൂസർ റിവ്യൂ കൂടി ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവർക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ.